പാലായിലെ അമ്യൂണിറ്റി സെന്ററിനോട് ചേർന്ന് മീനച്ചിലാറിന് കുറുകെ തൂക്കുപാലം നിർമ്മിക്കാനുള്ള നടപടികളുമായി നഗരസഭ മുന്നോട്ട്. തെരഞ്ഞെടുപ്പ് തിരക്കുകൾ കഴിഞ്ഞതോടെയാണ് മാർച്ച് മാസത്തിലെടുത്ത തീരുമാനങ്ങൾ വേഗം വന്നത്. നഗരസഭയുടെ ആവശ്യപ്രകാരം കിറ്റ്കോ അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി നഗരസഭ 67 ലക്ഷം രൂപ നീക്കിവച്ചിരുന്നു. നിർമ്മാണം പൂർത്തിയായി വർഷങ്ങളായി വെറുതെ കിടക്കുന്ന അമ്യൂണിറ്റി സെന്ററും പാർക്കും ജനോപകാരപ്രദമാക്കുന്നതിന്റെ ഭാഗമായാണ് ആറിന്റെ കുറുകെ തൂക്കുപാലം എന്ന പദ്ധതി നഗരസഭ ആവിഷ്കരിക്കുന്നത്. പദ്ധതിക്ക് ആവശ്യമായി വരുന്ന തുക അനുവദിക്കുമെന്ന് മാണി സി കാപ്പനും വ്യക്തമാക്കിയിരുന്നു. കിറ്റ്കോ MD രാജേഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പദ്ധതിയുടെ അലൈൻമെന്റ്, പദ്ധതി ചിലവ്, ഡിസൈൻ എന്നിവ സംഘം വിലയിരുത്തും. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകി DPRനുള്ള തുടക്കം കുറിക്കുമെന്ന് ചെയർപേഴ്സൺ ദിയ ബിനു പറഞ്ഞു. നമ്മളുടെ പാലാ മുനിസിപ്പാലിറ്റിയുടെ സ്വപ്ന പദ്ധതിയാണ് ഒരു തൂക്കുപാലം എന്ന് പറയുന്നത്. നമ്മൾ അതിന് സ്ഥലം നോക്കാനും നമ്മൾക്ക് കിറ്റ്കോയിൽ നിന്ന് അതിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. ഇതിന് അനുവാദം കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട്, ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, ഇത് ഫീസിബിൾ ആണോ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ അതിനെപ്പറ്റി ഒരു പ്രാഥമിക പഠനം നടത്താൻ വേണ്ടിയാണ് കിറ്റ്കോയിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുള്ളത്. സ്ഥലം സന്ദർശിക്കാനും വന്നിട്ടുണ്ട്. നമ്മൾ അതിനുവേണ്ടി DPR തയ്യാറാക്കുന്നതിന് വേണ്ടി 67 lakhs മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 2 months ലേറ്റ് ആയി പോയത്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ, നഗരസഭാംഗങ്ങളായ ബിജു പുളിക്കക്കണ്ടം, ടോണി തൈപ്പറമ്പിൽ, ലിസിക്കുട്ടി മാത്യു, പ്രിൻസി സണ്ണി, സോണിയ ചിറ്റേട്ട്, രജിത പ്രകാശ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. i4A ന്യൂസ്, പാല.